സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ദേവിയോടുള്ള സമീപനത്തിൽ സിദ്ധാർത്ഥൻ കടിപ്പിക്കുമ്പോൾ ദേവിക്ക് എന്ത് വേണമെന്നറിയാൻ വയ്യാത്ത ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ്. ഇത്രയും നാൾ എല്ലാ കാര്യങ്ങൾക്കും നിർദ്ദേശവും ഉപദേശവും ഒക്കെ നൽകിയ സിദ്ധാർത്ഥൻ തന്നെ അവഗണിക്കുന്നു എന്ന് മാത്രമല്ല, ഇനി ഒരു അഴിമതി കാണിക്കാൻ അനുവദിക്കില്ലെന്ന് ശക്തമായി പറയുന്ന സമയം ദേവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രഭാവതിയോട് പറയുന്നു, അമ്മയ്ക്കും നന്ദുവിനും ഒക്കെ ഇപ്പോൾ സമാധാനമായില്ലേ? നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത തെറ്റിൻ്റെ പുറത്ത് ഞാനിപ്പോൾ ഓരോ നിമിഷവും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളോട് എന്നെ വിശ്വസിച്ച് വോട്ട് നൽകി ജയിപ്പിച്ച ജനങ്ങളോട് ഞാൻ തെറ്റ് ചെയ്തു. അപ്പം വീട്ടിൽ പോലും സമാധാനമില്ലാത്ത അവസ്ഥയാണ്. എൻ്റെ ജീവിതം ഏത് ഘട്ടത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഞാൻ രാജിവെക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പോകുമ്പോഴത്തേക്കും പ്രഭാവതി ആകെ ഷോക്കാകുന്നു. എന്തൊക്കെ പറഞ്ഞാലും ദേവിയുടെ ഈ അവസ്ഥയ്ക്ക് കാരണം ഞാൻ നന്ദുവാണെന്നുള്ളൊരു കുറ്റബോധം പ്രഭാവതിയെ അലട്ടുന്നുണ്ട്. അതേസമയം ഗിരീഷിന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏത് പ്രലോഭനത്തിലും വഴങ്ങാത്ത ദേവി ഏത് സമ്മർദ്ദത്തിൻ്റെ പുറത്താണ് ഇങ്ങനൊരു പ്രൊജക്റ്റിൽ ഒപ്പിട്ട് കൊടുക്കാൻ കാരണം? ആദ്യമൊക്കെ കെ നായരുടെ പ്രൊജക്റ്റ് ഒപ്പിടില്ലെന്ന് വാശി പിടിച്ചു നിന്ന ദേവി മാറി ചിന്തിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരോ ഇടയ്ക്ക് കളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം പറയുമ്പം അമ്മ ചോദിക്കുന്നുണ്ട്, മിക്കവാറും ഇനി നന്ദനോ പ്രഭാവതിയാണോ ആയിരിക്കുമോ? അപ്പം രണ്ടുപേരും ആകില്ല. നന്ദന് അതിൻ്റേതായിട്ടുള്ളൊരു ക്വാളിറ്റി ഉണ്ട്. അമ്മ ഇങ്ങനെ അഴിമതിയുടെ കാര്യത്തിൽ അച്ഛനേക്കായും സ്ട്രിക്റ്റാണ്. എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ സംസാരിക്കും, ദേഷ്യപ്പെടും എന്നല്ലാണ്ട് അമ്മയെ അങ്ങനെയൊന്നും ചിന്തിക്കില്ല. ദേവിയുടെ മാത്രം തെറ്റാണെന്നുള്ള രൂപത്തിൽ രജനി ഇങ്ങനെ സംസാരിച്ച് വെക്കുന്നെങ്കിലും ആരൊപ്പിട്ട് കൊടുത്താലും ആര് പ്രൊജക്റ്റ് നടപ്പാക്കാൻ ശ്രമിച്ചാലും ജനങ്ങളും അതുപോലെ ഞങ്ങളുടെ പാർട്ടിക്കാരും ഇത് നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ സ്ട്രിക്റ്റായിട്ട് പറയുന്നുണ്ട് ഗിരീഷും. എന്തായാലും ഗിരീഷിൻ്റെ പാർട്ടിക്കാർക്ക് ദേവി കാരണം പ്രതിഷേധവും സമരവും ഒക്കെ വിളിക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇലക്ഷന് വിജയിച്ച സമയത്ത് തന്നെ ഗിരീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ പാർട്ടിയും ബന്ധുത്വം ഒന്നും നോക്കരുത്, ഞങ്ങൾ ഇടപെടും. അത് മുന്നേ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ദേവികയും. പക്ഷേ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ വലിയൊരു തെറ്റ് കാണിക്കുമെന്ന് ഗിരീഷ് പോലും സ്വപ്നത്തിൽ വിചാരിച്ചില്ല. നന്ദനാണെങ്കിൽ ഋഷിയെക്കുറിച്ചുള്ള എല്ലാ ഓർമ്മകളും മറന്നു തുടങ്ങി പുതിയ ജീവിതത്തിലേക്കും അഴിമതിയിലേക്കും എസബെല്ല, കെവിൻ എന്നീ രണ്ട് ശക്തികളുടെ പിന്നിൽ നടന്ന് അവർ പറയുന്ന വെറും ഒരു കളിപ്പാവയായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ സമയത്താണ് തിരികെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് നമ്മുടെ ഋഷിയെ കണ്ടുമുട്ടുന്നത്. ഋഷി തൻ്റെ കൺമുന്നിൽ വന്ന്, എടാ നന്ദ, നിന്നെ കാത്തു നിൽക്കുമായിരുന്നു, നീ എങ്ങോട്ടേക്കായി ഒളിച്ചോടി പോകുന്നത്? എൻ്റെ കൺമുന്നിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഋഷി നിൽക്കുന്നത് കണ്ട് പേടിച്ച് വരച്ച് നന്ദനാണെങ്കിൽ ഓടുന്നു. ഓടി ഓടി കിതച്ച് ഒരു സൈഡിലെത്തി നിൽക്കുമ്പോഴത്തേക്കും അവിടെ നമ്മുടെ ഋഷി വന്ന് നിൽക്കുന്നുണ്ട്. രാത്രി ആയതുകൊണ്ട് തന്നെ ഋഷിയുടെ ആത്മാവ് തന്നെ കൊല്ലാൻ വന്നതാണെന്ന് തെറ്റിദ്ധരിച്ച് ആകെ പേടിച്ച് വിറച്ച് നിൽക്കുന്ന നന്ദനെ കാണിച്ചുകൊണ്ടാണ് എന്തായാലും പ്രൊമോ അവസാനിക്കുന്നത്. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എന്തായാലും നമ്മുടെ ഋഷി മരിച്ചിട്ടില്ല. ഋഷിയും അതുപോലെ കെവിനും ഇസബെല്ലയൊക്കെ ചേർന്ന് നടത്തിയ നല്ലൊരു നാടകമാണ്. ഏതൊക്കെ മാർഗത്തിലൂടെ ദേവിയെ അല്ലെങ്കിൽ പ്രഭാവതിയെ നന്ദനെയൊക്കെ പൂട്ടാൻ ശ്രമിച്ചാലും അതൊന്നും നടക്കില്ലെന്ന് മനസ്സിലായ ഋഷിക്ക് തക്ക സമയത്ത് കിട്ടിയ നല്ല രണ്ട് സുഹൃത്തുക്കളാണ് കെവിനും അതുപോലെ ഇസബെല്ലയും. ഉറ്റ സുഹൃത്ത് ആയതുകൊണ്ട് നന്ദൻ്റെ കൂടെ നിന്ന് അവർക്ക് ചതിക്കാനും പറ്റി. കെ നായരുടെ പ്രൊജക്റ്റ് സാങ്ഷനാക്കി കിട്ടാനും അതുപോലെ ചന്ദ്രോത്ത് വീട്ടിലെ സമാധാനം നഷ്ടപ്പെടുത്താനും ഇസബെല്ലയും അതുപോലെ കെവിനും ഋഷിയും എല്ലാവരും കൂടി ചേർന്ന് നടത്തിയ നാടകത്തിൽ ദേവിയും നന്ദനും പെട്ടുപോയെന്ന് തന്നെ പറയാം. താൻ ചെയ്ത തെറ്റു മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ജനങ്ങളോട് പോലും ദ്രോഹം ചെയ്യാൻ മടിക്കാതെ പ്രഭാവതിയും അതുപോലെ നന്ദനും ദേവിയും കൊണ്ട് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണിപ്പോൾ കെ നായരുടെ പ്രൊജക്റ്റ് പോലും ഒപ്പിടിയിപ്പിച്ചത്. കെവിനും ഇസബെല്ലയും ചതിക്കുവാണെന്ന് തിരിച്ചറിയാതെയാണ് നന്ദൻ്റെ ഈ പുറപ്പാട്. എന്തായാലും അധികം താമസിക്കാതെ ഋഷി ജീവനോടുണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയും. എന്തായാലും ഇസബെല്ല നേടാൻ ആഗ്രഹിച്ച ആ കാര്യം കെ നായരുടെ പ്രൊജക്റ്റ് ദേവിയും കൊണ്ട് ഒപ്പിടിപ്പിച്ച് മേടിച്ചല്ലോ. മാത്രമല്ല നന്ദന് ഇനി ആവശ്യമുണ്ട്. പല കാര്യങ്ങളിലും നന്ദൻ കൂടെ നിന്നാൽ മാത്രമേ ദേവിയും കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കാൻ പറ്റുള്ളൂ എന്ന് മനസ്സിലാക്കി ഇസബെല്ലയും കെവിനും കൂടുന്ന ആ സമയത്തായിരിക്കും ദേവി രാജിവെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഋഷി ജീവനോടുണ്ടെന്നുള്ള കാര്യം ഇനി മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലേ. ദേവി MLA അല്ല. MLA അല്ലാതിരിക്കുമ്പം പേടിക്കേണ്ട കാര്യവുമില്ല. ഗിരീഷ് ഇടപെട്ട് നമ്മുടെ നന്ദൻ കാരണമാണ് ദേവി ഇങ്ങനൊരു തീരുമാനമെടുക്കാൻ കാരണമായത് എന്ന് തിരിച്ചറിയുമ്പോൾ സിദ്ധാർത്ഥനും ഗിരീഷും നമ്മുടെ നന്ദനെയും പ്രഭാവതിയും ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും മിക്കവാറും നന്ദൻ ചെയ്ത ആ കൊടും ക്രൂരത അവർ തിരിച്ചറിയാൻ പോകുന്നത്. ഋഷിയെ കൊലപ്പെടുത്തിയെന്നും അത് മറച്ചു വെക്കാൻ കൂട്ടുനിന്നത് കെവിനും ഇസബെല്ലയാണ്. അതിനുള്ള പ്രത്യുപകാരം എന്ന രൂപത്തിനാണ് ദേവിയും കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ഭീഷണിപ്പെടുത്തി ചെയ്യിപ്പിച്ചത് എന്നൊക്കെ തിരിച്ചറിയുമ്പോൾ ആദർശവാനായ സിദ്ധാർത്ഥനും അതുപോലെ ഗിരീഷും തന്നെയായിരിക്കും
നന്ദൻ ചെയ്ത തെറ്റുകൾ പുറത്തു കൊണ്ടുവന്ന് നന്ദന് വേണ്ടുന്ന ശിക്ഷ മേടിച്ചു കൊടുക്കാൻ പോകുന്നത്. കാരണം അത്ര വലിയ ദ്രോഹമാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതേ സ്ഥാനത്ത് സിദ്ധാർത്ഥൻ ദേവിയോടിങ്ങനെ അകൽച്ച കാണിക്കുകയും സ്വന്തം വീട്ടുകാരും നാട്ടുകാരും എല്ലാം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നത് കണ്ട് സഹികെട്ട് ദേവി ഇനി എന്തൊക്കെ തീരുമാനം എടുക്കുന്നെന്ന് കാത്തിരുന്ന് കാണാം.